കുറച്ച് വലിയ പ്രോൺസ് കിട്ടിട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് നന്നായിട്ട് പ്രോൺസ് മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും എടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മുടെ കഴുകി വെച്ച പ്രോൺസ് അതിനകത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. അതിനുശേഷം നമുക്ക് മസാലയ്ക്ക് ആവശ്യമായ ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും. അപ്പോൾ ഉള്ളിയും തക്കാളി നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മുടെ ഒരു 10 മിനിറ്റ് ആവാറായപ്പോൾ നമ്മുടെ പ്രോൺസ് എടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തു. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എപ്പോഴും ഈ കറി അല്ലെ മസാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്തേക്ക് ചതച്ചിട്ട് അതിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രോൺസ് ഒക്കെ റെഡിയായി. ആ പ്രോൺസ് ഒക്കെ ഫ്രൈ പാനിൽ നിന്ന് മാറ്റിയിട്ട് അതേ ഫ്രൈ പാനിലേക്ക് കുറച്ച് ഉള്ളിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായിട്ട് അതിങ്ങനെ ഗോൾഡൻ കളറായിട്ട് വരണം. അതിനുശേഷം നമ്മുടെ തക്കാളി, ചോപ്പ് ചെയ്ത് വെച്ച തക്കാളി, നമ്മൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ അതുപോലെ നമ്മുടെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ അതുപോലെ ഗരം മസാല, കുറച്ച് ഫിഷ് മസാലയും കൂടെ ഇട്ടിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒരു കുറച്ച് പുളി ഇട്ടു, ഒരു നെല്ലിക്ക സൈസിലുള്ള പുളി ഇട്ടിട്ട് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിച്ചിട്ട് നമ്മുടെ വറുത്ത് വെച്ച പ്രോൺസും കൂടെ അതിനകത്ത് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കും.